നന്നായി പരിശോധിക്ക വെല്ലുവിളിയാ. ഉറപ്പായി ഒരു രഹസ്യവാതിലെങ്ങാനും കാണും. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചാൽ അവരെ എന്നെ ആയിരിക്കും കൊല്ലുന്നത്. അതെന്തെങ്കിലും പൊട്ടിപ്പോയാലേ അതിനെ കുറിച്ച് നിങ്ങളുടെ ബോസിനോട് ഞങ്ങൾ ഒന്നും പറയില്ല. എന്നെ കളിയാക്കുന്നോടാ മഞ്ഞപ്പൂച്ചേ. വെല്ലുവിളിയാ, ഇനി വീട്ടിലേക്ക് ഓടിക്കാം. ഒന്ന് വാ എന്റെ കൊച്ചലിയ, അല്ലെങ്കിൽ ഐസ്ക്രീം മൊത്തം അലിഞ്ഞു പോകുന്നേ. അകത്തത് ഫ്രിഡ്ജിലാ വെച്ചിരിക്കുന്നത്. അങ്ങനൊന്നും അലിഞ്ഞു പോവില്ല. സോർദാറും പോപ്പട്ടും ഒന്ന് വന്നോട്ടെ, എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. ഐസ്ക്രീം ഐസ്ക്രീം. ശരി എന്നാ വാ, അവര് വന്നു കഴിഞ്ഞാലേ നമുക്ക് ഒരെണ്ണം കൂടി വാങ്ങിച്ച് കഴിക്കാം. നമ്മള് മാഡത്തിന്റെ ഓഫീസിലല്ലേ വന്നത്? അബദ്ധത്തിൽ വാട്ടർ പാർക്കിലൊന്നുമല്ലല്ലോ വന്നത്. പറയടാ, നമ്മളിത് എവിടെയാണ്? ഇവരെന്തിനാ തുറച്ചു നോക്കുന്നത്? കുപ്രസിദ്ധ ഗുണ്ട ഗുണ്ടേഷ് നാട്ടിലുള്ള പല ജനങ്ങളെയും ആളുകളെ വെച്ച് കിഡ്നാപ്പ് ചെയ്ത് അവരെ കൊണ്ട് അയാളുടെ പ്രതിമ ഉണ്ടാക്കിപ്പിക്കുകയാണ്. വിചിത്രമായിരിക്കുന്നു. അതെങ്ങനെ? അയാൾ സിറ്റിയിലെ വലിയ ബിൽഡിംഗ് ജോലി ചെയ്യാനോക്കെ. സോർദാറേ, പോപ്പട്ടെ. പിള്ളേരെ ജോലി ചെയ്യ. നീ പ്രതിമയുടെ K4 കാലുണ്ടാക്ക. നീ K4 കൈ ഉണ്ടാക്കണം. പിന്നെ നീ B4 വിരലുണ്ടാക്കണം. അതെ അനിയ, എല്ലാരെയും ഭീഷണിപ്പെടുത്തി ഇത്രയും വലിയൊരു പ്രതിമ എന്തിനാ ഉണ്ടാക്കുന്നേ? ഞാൻ B4 പ്രതിമ എന്തുകൊണ്ടാ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എന്റെ H4 ഹൈറ്റ് കണ്ടിട്ട് എന്റെ N4 കൂട്ടുകാർ എന്നെ K4 കുള്ളൻ എന്നാണ് വിളിച്ചിരുന്നത്. N4 എന്നല്ല, D4 ദോസ്ത്, കൂട്ടുകാർ. അത് പിന്നെ ഞാൻ നീളമുള്ള കൂട്ടുകാരെന്താ ഉദ്ദേശിച്ചതാ. മതി മതി, ജോലി ചെയ്യാം. ആരെങ്കിലും അവന്മാരൊന്ന് തല്ലി ഓടിച്ച് എന്റെ M4 മൂക്ക് മുറിച്ചു. ഇനി മുതൽ നിങ്ങൾക്ക് അവധിയാണ്. വേഗം വീട്ടിലേക്ക് തിരിച്ചു പൊക്കോ. P4 ബംഗാളിലേക്ക്. P4 എന്നല്ല, B4 ആണ് ബംഗാൾ എന്ന് പറയുന്നത്. ഞാൻ പശ്ചിമ ബംഗാളിന്റെ കാര്യം ഉദ്ദേശിച്ചതാ. ഞാൻ നിനക്ക് R4 അടി തരാനാ ഉദ്ദേശിക്കുന്നത്. R4 അല്ല, A4 ആണ് അടി തരുന്നത്. അതെ, ഞാൻ പക്ഷേ 2 അടി തരുന്ന കാര്യമോ പറഞ്ഞത്. ഓ, ഗുണ്ടേഷിനെ കാലോട് ചവിട്ടി. നീ നിന്നെ തന്നെ സ്വയം ബഹുമാനിക്കുന്നേ ഇല്ല. പിന്നെ എങ്ങനെയാ ഗുണ്ടേഷൻ നിന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത്? അയ്യോ, അത് കന്നാസാന്റെ നിലവിളിയല്ലേ? അതെ, ശരി തന്നെയാ. പക്ഷെ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? ഗവൺമെന്റ് തോന്നുന്നത് പോലെയാണ് GST കൂട്ടുന്നത്. ഒരു മനുഷ്യനെ എന്നെങ്ങനെ എന്തിനാണ് പന്നിയെ പോലെ വലിച്ചെടുക്കുന്നത്? അയ്യോ,
തല്ലി കൊല്ലുന്നേ. എന്താ ഇത് അദ്ദേഹത്തെ വീട് നിങ്ങൾ എന്താ കാണിക്കുന്നേ? എനിക്ക് എന്റെ ബലം ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കണം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഗുസ്തി പിടിച്ചാലോ? ചൊവ്വാഴ്ചയാണെങ്കിൽ പൊടിപൂരമാണ് ഇന്ന്. എന്നിട്ട് പറയുന്നത് കേട്ടില്ല, ഒന്നുകൂടെ ഗുസ്തി പിടിച്ചാലോ? ഇവിടെ വരൂ, എന്നിട്ട് എന്നോട് പറയൂ എന്താ ഇവിടെ സംഭവിക്കുന്നത്. ഖന്നയെ എങ്ങനെ ഗോതമ്പ് മാവ് പോലെ കുഴയ്ക്കുന്നത് എന്താണ്? താൻ ആരാണെന്ന് പറയൂ. എക്സ് പ്രിൻസിപ്പാൾ, എക്സ് ഗുസ്തിക്കാരൻ. ആ കാണുന്ന ബംഗ്ലാവ് വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ഞാൻ. ആ ബംഗ്ലാവ് വാടകയ്ക്ക് എടുത്തു വെച്ച് അയൽവാസികളെല്ലാം തല്ലി ഓടിക്കാൻ വല്ല നേർച്ചയുണ്ടോ തനിക്ക്? സംശയമുണ്ടോ? എടോ, ഈ കാണുന്ന ഖന്ന എന്നെ വെല്ലുവിളിച്ചതാ. കന്നാ സാറേ, സാർ എന്തിനാണ് ഇദ്ദേഹത്തിനോട് ചാലഞ്ച് ചെയ്തത്? ഇയാൾ ഇങ്ങോട്ട് വന്ന് ഗുസ്തി പിടിക്കായിരുന്നു. ഞാൻ അങ്ങോട്ടൊന്നും ചെന്ന് വെല്ലുവിളിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഈ ഗുസ്തി പിടിക്കാനുള്ള വേഷം ഇട്ട് താൻ എന്തിനാ എന്റെ മുന്നിലേക്ക് വന്നേ? എന്റെ ഉള്ളിലെ ഗുസ്തിക്കാരനെ എന്തിനാ പുറത്തോണ്ട് വന്നേ? എന്റെ ഷർട്ടെല്ലാം കണ്ടിട്ടതുകൊണ്ട് ഞാൻ ബനിയൻ എടുത്തിട്ടതാ. ഇത് ഇങ്ങനെ ഒരു പുലിവാലാകുന്നത് ഞാൻ അറിഞ്ഞില്ല. ഓ ഓ പിലിലി 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 പിലിലി. നീ വണ്ടിക്കകത്തിരുന്നോണ്ട് എന്തിനാണ് ഹോണിന്റെ ശബ്ദം ഉണ്ടാക്കുന്നത്? ആദ്യം എമർജൻസി ആണെന്ന് പറഞ്ഞ് ഫോണായിരിക്കും വരുന്നത്. അതിനുശേഷമല്ലേ ആംബുലൻസ് വരാറുള്ളൂ. ഡോക്ടർ കോഴിയപ്പ, എമർജൻസി ആണ്. വേഗം വരൂ, ഒരു സിംഹത്തിന്റെ മുടി വളരുന്നുണ്ട്. ആ സിംഹം ആടാന്ന് എല്ലാരും കരുതുന്നത്. വേഗം തന്നെ ആ സിംഹത്തെ ചികിത്സിക്കണം. ഒരു ഡോക്ടർ ആയതുകൊണ്ട് ആ സിംഹത്തെ ഞാൻ ഉറപ്പായിട്ടും ചികിത്സിച്ചിരിക്കാം. ഈ ആംബുലൻസിൽ കയറി ഞാൻ വരാം. ഒരു മിനിറ്റ്, എനിക്കിപ്പോ വരാനൊരു മൂടില്ല. വേറെന്തെങ്കിലും ഗെയിം കളിക്കാൻ തോന്നുന്നു. വരൂ കൂട്ടുകാരെ, ഇവനെ വേഗം ബാലു ഡോക്ടറിന്റെ അടുത്ത് എത്തിച്ചിട്ട് ഈ ഗിഫ്റ്റ് കൊണ്ട് നമുക്ക് റാപ്പ് ചെയ്യാം. ബാലു വൈദ്യർ അവിടെ കാത്തിരിക്കായിരിക്കും. മാത്രമല്ല നമുക്ക് അവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണ്ടേ. കൊള്ളാലോ, മാവിൽ ഒരു മാങ്ങ വീഴറായി നിൽപ്പുണ്ട്. ഈ ഡോക്ടർ സെറ്റിൽ എന്റെ ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്നുമുണ്ട്. ഞാൻ ഹോളിക്ക് പോയി സിറിഞ്ചിൽ വെള്ളം നിറച്ച് ഇഞ്ചക്ഷൻ വെച്ച് കളിക്കുമായിരുന്നു. ഇവിടെ കവിത സംഗമം നടക്കാൻ പോവുകയാണ്. അതൊരിക്കലും ഉണ്ടാവില്ല. ഉണ്ടാകുമല്ലോ, ഞങ്ങൾ ഇതിനു മുമ്പ് അത് നടത്തിയിട്ടുണ്ട്. എടാ കഴുതേ, ആ പറഞ്ഞെങ്കിലേ. എന്റെ കൂട്ടുകാരിയുടെ പേരാണ് വന്ദന. നിങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് അടിക്കുന്നത് എന്തിനാ? ഈ കഴുതയുടെ മണ്ടത്തരങ്ങൾ പോരാഞ്ഞിട്ടാണോ നിന്റെ കവിതയും കൂടെ പറഞ്ഞു കേൾപ്പിക്കുന്നത്? ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുവാണ്. 7 ദിവസമാണല്ലോ കവിതാ സംഗമം. എന്റെ അമ്മേ, 7 ദിവസവും? അതെ, എല്ലാ മാസവും 7 ദിവസത്തെ കൾച്ചറൽ പ്രോഗ്രാമിൽ കവി ഇറങ്ങി വെച്ച് കവിതാ പാരായണം നടത്താറുണ്ട്. സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഇവിടെ ഒരു കവിത എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ഇത്ര തുള്ളുന്നത്? അതിന്റെ പേരിൽ എന്തിനാണ് പോലീസിനെ വിളിക്കുന്നത്? ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി. അല്ലാതെ തന്നെ ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നുണ്ട്. അതെ, ഞങ്ങളുടെ പെർമിഷൻ ലെറ്ററും ഉണ്ട്. അത് ശരി. കവിതാ സംഗമം നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് ഗുസ്തി പിടിക്കേണ്ടി വരും. സമ്മതിച്ചോ? തെറ്റ് കണ്ടാൽ അതിൽ ഉറപ്പായും ഇടപെടും. കവിതകളിലൂടെ കവികളോട് കൈയടിക്കാൻ ആവശ്യപ്പെടും. ഇവിടെ വരൂ, താൻ എന്നോട് ഏറ്റുമുട്ടു. എടുത്ത് തന്നെ മലർത്തി അടിക്കും ഞാൻ. ഇവിടുന്ന് ഒരു തട്ട് കഴിഞ്ഞാൽ ആകാശത്ത് പരുന്തിന്റെ കൂടെ പറന്ന് കളിക്കേണ്ടി വരും. എന്റെ സൈസ് താനൊന്ന് നോക്കിക്കേ. ഒരു പ്രാവശ്യം ഞാൻ തന്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ താൻ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല. വേണ്ട. ഇതിൽ കൂടുതലായിട്ട് ഇനി ഒന്നും പറയണ്ടല്ലോ. ഈ പ്രൊഫസർ ഇപ്പൊ അല്പം പേടിച്ചു പോയതുപോലെ ഉണ്ടല്ലോ. അയ്യോ അയ്യോ
അയ്യോ പ്രൊഫസറെ എന്തിനാ ഇങ്ങനെ കരയുന്നത്? 7 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. വൈകുന്നേരം 7 മണിക്ക് പരിപാടി തുടങ്ങും. പിന്നെ രാത്രി ഒരു 3 മണിയോട് കൂടി പരിപാടി തീർക്കാം. എല്ലാ മാസവും ഇനി ഈ ഏരിയയിൽ ഞാൻ താമസിച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഓ അപ്പൊ എല്ലാ മാസവും 7 ദിവസം സാറ് വേറെ സ്ഥലത്ത് പോയി താമസിക്കാൻ പോവാണോ? റെസ്ലിംഗിൽ അണ്ടർടേക്കർ ശവപ്പെട്ടിതാണ് വരുന്നത്. സാറെന്തിനാ സാറിന്റെ തലയിങ്ങനെ ചൊറിയുന്നത്? അയ്യോ ആ? ഓ ആ? അതെ അങ്കിൾ എന്തായി കാണിക്കുന്നത്? ഇന്ന് ഞാൻ വാങ്ങിച്ച പുതിയ ഹോൺ ആയിരുന്നു അത്. ഇത് മാന്യന്മാരുടെ ഏരിയയാണ്. ഇവിടെ കിടന്ന് ആവശ്യമില്ലാതെ ഹോൺ അടിച്ച് മനുഷ്യരെ ശല്യം ചെയ്യുന്നു. ഇടികിട്ടും ഓടിക്കോ. അങ്കിളെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കല്ലേ, എന്റെ കൈയുടെ പവർ നിങ്ങൾക്ക് അറിയില്ല. ഒരെണ്ണം തന്നോണ്ടല്ലോ നിങ്ങളെ അങ്ങോട്ട് മുകളിലോട്ട് പോകേണ്ടി വരും, പറഞ്ഞേക്കാം. എടാ എന്റെ ഒരൊറ്റ ഇടിക്ക് 600 കിലോയുടെ വെയിറ്റ് ഉണ്ട്, അറിയോ? വാടാ വാടാ വന്നൊന്ന് ഏറ്റുമുട്ടി നോക്ക്, ആർക്കാ ബലമുള്ളതെന്ന് അപ്പോ അറിയാമല്ലോ. വാടാ. അയ്യോ 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 ഈ മാസം അങ്ങനെ കർക്കിടകം വന്നല്ലോ. നിങ്ങളെ സദ്യ ബാസ്കറ്റ്ബോൾ ആക്കി കളഞ്ഞല്ലോ. എടോ, ഞാനിനി കവിത ചൊല്ലിയാലുണ്ടല്ലോ പോലീസ് പരാതി കൊടുക്കും ഞാൻ. പിന്നെ നീ മേലാൽ ഹോൺ അടിച്ചു പോരുത്, മനസ്സിലായോ? ഞാൻ ഇനി ഒരിക്കലും ഹോൺ അടിക്കില്ല അങ്കിൾ, പ്ലീസ് എന്നെ വിട്ടേക്ക്. ദാ ഇപ്പൊ തന്നെ നീ ഒരു 100 ഏത്തയോടെ വന്നോക്ക്. അങ്കിളേ ആ ബോളൊന്ന് തരാമോ പ്ലീസ്? എടാ ഇത് കളിക്കാനുള്ള സമയമാണോ? വാ വന്ന് കോഴിയാവ്. ഞാൻ എന്തിനാ കോഴിയാവുന്നത്? വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബോബിയെ വിളിക്കാം, അവനൊരു കോഴി തന്നെയാണ്. ഓ, ഞാൻ നിനക്കൊരു ശിക്ഷ നൽകുകയാണ്. എനിക്ക് ശിക്ഷയൊന്നും വേണ്ട, അങ്കിൾ ആ ബോളിങ് തന്നാ മാത്രം മതി. നീ എന്താടാ കഴുതയാണോ? ആ അതെ. അയ്യോ തല വെറുക്കുന്നേ. എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. കാലാവസ്ഥ പറയുന്നു സുനാമി വരുമെന്ന്. ഭ്രാന്ത് പിടിച്ചത് ഞങ്ങൾക്കാണ്, എന്നിട്ട് അയാൾ പറയുന്നു അയാൾക്കാണെന്ന്. വേഗം അടികൾ. എടോ എടോ തന്നോട് കവിത ചൊല്ലല്ലെന്ന് ഞാൻ വിലക്കിയതല്ലേ. ഞാൻ ഇനിയും കവിത ചൊല്ലും. ഇയാൾ എന്തോ ചെയ്യും? ഇങ്ങോട്ട് വാടാ പറഞ്ഞുതരാം. നോക്കാം നമ്മൾ ആരാ ശക്തനെന്ന് നോക്കാം. വാടാ വാ. അങ്കിളേ ആദ്യം അങ്കിളിന്റെ 2 കൈയും കൊണ്ട് എനിക്ക് എന്റെ ബോൾ എടുത്ത് തരുമോ പ്ലീസ്? ബോൾ 5 മണിക്കേ കിട്ടുള്ളൂ. കുട്ടികൾക്ക് കളിക്കാനുള്ള സമയം 5 മണി മുതൽ 7 മണി വരെ. അതിനു മുമ്പ് കളിക്കുന്നതെങ്ങാനും കണ്ടാൽ ചെയ്താലും തീരാത്ത വിധം ഹോംവർക്ക് തന്നുവിടും ഞാൻ. നോക്കിക്കോ. എന്തുവാടെ ഇത്? നീ എപ്പോ നോക്കിയാലും തോറ്റോണ്ടിരിക്കുകയാണല്ലോ. ഐഡിയ ക്ലിനിക്കിൽ നിന്നൊക്കെ തൽക്കാലം ഒരു കളി കളിക്കാം. മൈൻഡ് ഇറ്റ്. തലയിൽ നിന്നും മുടി കൊഴിഞ്ഞു. കോഴിയപ്പൻ ഇവിടെ നിന്നും ഓടിക്കളഞ്ഞു. ഇവിടെ വരൂ. നിൽക്കാനാ പറഞ്ഞത്. കോഴിയപ്പ തിരിച്ചു വാ. കുട്ടിക്കാലത്ത് എനിക്ക് കളിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇപ്പൊ കളിച്ച് ഞാൻ ആ വിഷമം മുഴുവൻ തീർക്കാൻ പോകുക. എന്നാ പിന്നെ റിങ്സ് എറിഞ്ഞിരുന്ന ഗെയിം തന്നെ കളിച്ചു കളയാം. വാ. ഡോക്ടർ സെറ്റ്. ഇനി ഡോക്ടർ കളിക്കാൻ. എനിക്കാണെങ്കിൽ ഡോക്ടർമാരുടെ ഡയലോഗ് പറയാം. നീല ഗുളിക ഉറങ്ങിയതിനു ശേഷം, പിന്നെ മഞ്ഞ ഗുളിക എഴുന്നേറ്റതിന് ശേഷം 2 ഗുളിക കൊണ്ട് വർഷങ്ങളോളം തള്ളി നീക്കാം. അടിപൊളി. സോദറേ നീ ഈ ക്യാപ്പ് എവിടെന്നാ വാങ്ങിയത്? നീ വാങ്ങിച്ച സ്ഥലത്തും തന്നെയാണ്. ആരും എന്റെ കാറിന്റെ ടയർ പഞ്ചറാക്കി കളഞ്ഞു. ഓക്കേ അടി കൈ. ഏയ് ആരും കൈയടിക്കരുത്. ഇതങ്ങനെ കൈയടിക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആരാണോ അത് ചെയ്തത് അവരെ അന്വേഷിക്കാൻ നോക്കുക. സംശയമുണ്ടോ? ഇതുപോലൊരു തോന്നിവാസം ഇതിനു മുമ്പ് ഇവിടെ നടന്നിട്ടേ ഇല്ല. ആരാ ഇതിങ്ങനെ ചെയ്തത്? ഞാനാ. എങ്ങനെയുണ്ട്? തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാത്തത് ഭാഗ്യമെന്ന് കരുതിയാ മതി.
ഇവിടെ വരൂ. താനൊരു പ്രിൻസിപ്പാളായിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഈ സിറ്റിയുടെ നടുക്ക് വേസ്റ്റിന്റെ കൂമ്പാരം കൊണ്ടിട്ടിരിക്കുന്നു. ഓരോന്നിനും ഓരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. താൻ എന്റെ വീടിന് മുമ്പിൽ വേസ്റ്റ് ഇട്ടപ്പോ ഞാൻ അതിൽ കൂടുതൽ വേസ്റ്റ് തന്റെ വീടിന് മുമ്പിൽ കൊണ്ടിട്ടു. അതെങ്ങനെയുണ്ട്? കേരള ഗവൺമെന്റ് വീണ്ടും വിജയിക്കട്ടെ. എന്റെ വണ്ടിയുടെ കാറ്റത്തിന് തന്നെ അഴിച്ചുവിട്ടെ. താൻ തന്റെ കാറ് എന്റെ ഗേറ്റിന് മുന്നിൽ എന്തിനാ പാർക്ക് ചെയ്തത്? അങ്ങനെ ചെയ്താ ഉടനെ വണ്ടി പഞ്ചറാക്കോ? അതെ, ഈ ഏരിയയിലുള്ള ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർക്ക് ഉറപ്പായും ശിക്ഷ കിട്ടും. ഇങ്ങോട്ട് നോക്കണേ സാർ, നിങ്ങൾ ഇവിടുത്തെ ക്രമസമാധാനം നശിപ്പിക്കാൻ നോക്കുകയാണ്. നിയമം പാലിക്കാൻ ആദ്യം കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത് ശീലമായി കഴിയുമ്പോ പിന്നെ അങ്ങോട്ടെല്ലാം നല്ലതായി തോന്നും. ഓ ഇവിടെ ഒരു നിന്റെ ഈ തലയുടെ തലപ്പത്തിരിക്കുന്ന ഈ പൂവില്ലേ, അതിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്റെ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങളില്ല. നീ ആരാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇദ്ദേഹത്തെ ടിവിയിൽ കാണാറുണ്ട്. വലിയൊരു ഡോക്ടറാണ് ഇദ്ദേഹം. MBBS. MBBS എന്ന് കേട്ടിട്ടുണ്ട്. MBBS എന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതല്ലേ പറഞ്ഞത്, വളരെ വലിയൊരു ഡോക്ടറാണെന്ന്. അതുകൊണ്ടാണ് കുറച്ച് ബി കൂടുതലുള്ളത്. സംശയമുണ്ടോ? ഇതൊന്നും ഒന്നുമല്ല. ഒരാളുടെ വെയിറ്റേ 2 സെക്കൻഡ് കൊണ്ട് 30 കിലോയെ കുറച്ചു കൊടുത്തത് ഈ ഡോക്ടർ. അതെങ്ങനെയാ? ഒരാള് 30 കിലോയുടെ ഡംബിൾ എടുത്ത് പൊക്കി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു തനത് പൊക്കി കഴിഞ്ഞാൽ താഴ്ന്നു പോകുന്നു. പിന്നീട് അയാളത് താഴെ വെച്ചു. അപ്പൊ 30 കിലോ കുറഞ്ഞു കിട്ടി. ദാ നിൽക്കുന്നു കോഴിയപ്പൻ. നിക്കടാ കോഴിയപ്പ, ഞാൻ ദാ ഇപ്പൊ 3 ലക്ഷം വരെ എണ്ണുള്ളൂ. എടാ 3 ലക്ഷമല്ല, 3 വരെ എണ്ണൂന്നേ പറയാറുള്ളൂ. 3 ലക്ഷം വരെ എണ്ണ അറിയെങ്കില് അങ്ങനെ എണ്ണിക്കഴിഞ്ഞാ എന്തിപ്പോ കുഴപ്പം? ആ ടാലന്റ് വെറുതെ കളയുന്ന എന്തിനാ? ഇവൻ തക്കാളി കൊണ്ടും കളിക്കാൻ പഠിച്ചോ? ഇവനെ ക്ലിനിക്കിലല്ല വല്ല സ്റ്റേഡിയത്തിലും കൊണ്ട് അടച്ചിടുന്നതായിരിക്കും നല്ലത്. കൊതുകുകൾ ഒട്ടും കുറയുന്നില്ല. ആ തല ധരിച്ച കോഴിയപ്പനെ കിട്ടുന്നില്ല. നിങ്ങൾ അവനെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ആ കണ്ടായിരുന്നു. കോഴിയപ്പന്റെ കയ്യിലാ. കണ്ടില്ല, ഞങ്ങള് കോഴിയപ്പനെ കണ്ടിട്ടേ ഇല്ല. മാർക്കറ്റിലും കണ്ടില്ല, ഓടുന്നതും കണ്ടില്ല, ഈ അടുത്ത് എങ്ങും കണ്ടിട്ടില്ല. ഡോക്ടറിന്റെ കൺമുമ്പിൽ അവൻ വന്ന് നിൽക്കുന്നത് ഒട്ടും കണ്ടിട്ടില്ല. സത്യത്തിൽ ഞങ്ങൾ അവനെ എങ്ങും കണ്ടില്ല. ഇവിടെ ഒരു തന്റെ ആ മുഖം ഒന്ന് കാണിക്കൂ. അല്ല, ഇത് കോഴിയപ്പനല്ലേ? അവനെ പിടിച്ചിരിക്കുന്നു. സമയമായിരിക്കുന്നു. പിടിമണി കഴിഞ്ഞ് 15 മിനിറ്റ്. അതായത് കള്ളനും പോലീസും കളിക്കുന്ന അതേ സമയം. അത് കലകി. അയ്യേ കൂട്ടുകാരെ, ഡോക്ടർ ബാലു കോഴിയപ്പന്റെ കൈയോടെ പിടിച്ച് ആ ഡോക്ടർ സെറ്റ് അദ്ദേഹം കാണുന്നതിന് മുമ്പ് നമുക്ക് ആ കോഴിയപ്പന്റെ കയ്യിൽ നിന്ന് ആ ഡോക്ടർ സെറ്റ് മാറ്റണം. എന്നാ വേഗം വാ. ബാലു വൈദ്യര് ഇത്ര രാവിലെ തന്നെ എന്തിനാ ചെല്ലാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ചിലപ്പോ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം തരാൻ വേണ്ടിയായിരിക്കും നമ്മളെ വിളിപ്പിച്ചത്. കഴിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ മിക്കവാറും നിന്നെ മരുന്നായിരിക്കും കഴിപ്പിക്കുക. സംശയമുണ്ടോ? ഞാൻ പോയി പക്കാവട വാങ്ങിച്ചോണ്ട് വരാം. എന്തിനാ പക്കാവട? ബാലു വൈദ്യര് ദാ അവിടെ പുതിന ചട്നി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മളാണെങ്കിൽ പക്കാവട കൊണ്ടുവന്നില്ലല്ലോ. ഇത് ബാലുവൈദ്യരുടെ വൈദ്യശാലയല്ലേ? പിന്നെന്തിനാ ബാലുവൈദ്യര് പുതിന കൊണ്ട് ചട്നി ഉണ്ടാക്കുന്നേ? മിക്കവാറും ഈ ബാലുവൈദ്യരെ ഡോക്ടർ ബാലുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോണ്ടി വരുമെന്നാ തോന്നുന്നത്. എവിടെ വരൂ. നിന്റെ തലയിലെന്താ കളിമണ്ണ് കൊണ്ടുള്ള കൊട്ടാരമാണോ? സൂക്ഷിച്ചു നോക്ക്. ഇത് ചട്നിയല്ല, പച്ചമരുന്ന് തന്നെയാണ്. പട്ടി ഇന്നലെ വീട്ടിലെ പൂച്ചയെ കണ്ടു തന്നെയാണ് കുരച്ചത്. ഞാൻ നിങ്ങളെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത്. ഇവിടെ വരൂ. ഇതിനെയാണ് ഡോക്ടർ സെറ്റ് എന്ന് പറയുന്നത്. വൈദ്യരാദ്യം ഉറപ്പിച്ചു പറ, ഇതിനെ ഡോക്ടർ എന്ന് വിളിക്കണോ അല്ലെങ്കിൽ സേട്ടെന്ന് വിളിക്കണോ? ആളുകൾ വല്ലപ്പോഴുമാണ് മണ്ടത്തരം പറയുന്നത്. ഇവനാണെങ്കിൽ ഇതൊരു ജോലിയാക്കി മാറ്റിയിരിക്കുകയാണ്. നിന്റെ നാക്ക് അടക്കി വെക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ കാന്താരി അരച്ച് നാക്ക് തേക്കും ഞാൻ. പിന്നെ നാക്കാകെ വീക്കാകും. ഇവിടെ വരൂ. തന്റെ വായ തുറക്കൂ. എന്റെ പേരാണ് കോഴിയപ്പൻ. ഞാൻ കൂടുതലായി കളിക്കും, കുറച്ച് സംസാരിക്കും. കൂടുതൽ സംസാരിച്ചാൽ കുറച്ച് ഥം ഥം ഥം. ഇവിടെ ഒരു പുറത്താണെങ്കിൽ മഴ നന്നായിട്ട് പെയ്യുന്നു. മുഖം കണ്ടിട്ട് താൻ വളരെ എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. ഇവന്റെ തലച്ചോറ് മുഴുവൻ ഇളകിയിരിക്കുകയാണെന്ന് തോന്നുന്നു. കോഴിയപ്പൻ ഒരു തമാശക്കാരനാണെന്ന് തോന്നുന്നു. ഇവന്റെ തലച്ചോറുന്ന കല്ലിൽ ബുദ്ധി കൊണ്ടുള്ള മാവ് ആട്ടേണ്ടി വരും. ഇവനെ എത്രയും പെട്ടെന്ന് മിക്കവാറും ചികിത്സിക്കേണ്ടി വരും.
സ്വർണത്തിന്റെ വിലയിൽ ഇപ്പോൾ എന്ത് മാറ്റമാണ്? ഞാൻ നിനക്ക് വേണ്ടിയുള്ള മരുന്നെടുക്കാൻ പോവുകയാണ്. നിന്റെ വായ കുറച്ചു നേരത്തേക്ക് കൺട്രോൾ എന്ന തുണി കൊണ്ട് മൂടി വെക്കേണ്ടതാണ്. ഞാൻ തിരിച്ചു വരുന്നതുവരെ മിണ്ടാതെ ഇവിടെ തന്നെ ഇരുന്നോളണം. ഇല്ലെങ്കിൽ നിന്റെ കൈയും കാലും കൂട്ടിക്കെട്ടി ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും.